സാമൂഹിക സുരക്ഷാ പെൻഷൻ നൽകാത്തതിനെ ചൊല്ലി പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ സഭയിൽ കൂട്ടയടി. ഈ വിഷയത്തിൽ PC വിഷ്ണുനാഥ് MLA ആണ് അടിയന്തര പ്രമേയ അനുമതി തേടി നോട്ടീസ് അവതരിപ്പിച്ചത്. എന്നാൽ ധനമന്ത്രിയുടെ മറുപടിയോടെ സ്പീക്കർ ഇതിനുള്ള അനുമതി നിഷേധിക്കുകയായിരുന്നു. ധനമന്ത്രി ഈ വിഷയത്തിൽ പറഞ്ഞ പച്ചക്കള്ളങ്ങൾ പൊളിച്ചടുക്കിക്കൊണ്ട് ഇതിനു പിന്നാലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്ത് വന്നു. ഭരണപക്ഷത്തെ അടിച്ചിരുത്തുന്ന VDയുടെ പ്രസംഗത്തിലേക്ക് വളരെ സൗമ്യമായി മറുപടി പറയാനുള്ള ധനകാര്യമന്ത്രി ഇന്ന് എന്താണ് ഇത്രമാത്രം പ്രകോപിതനായതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. വിശ്വനാഥിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹം ചില വിവരങ്ങൾ നിങ്ങളുടെ ഗവൺമെന്റ് നിയമസഭയിൽ തന്ന മറുപടി ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം നൽകിയ ചില വിവരങ്ങൾ അങ്ങ് എന്തിനാണ് ഇത്രമാത്രം പ്രകോപിപ്പിക്കുന്നത്? അങ്ങ് പറഞ്ഞു ഇത് ഒരു അടിയന്തര സ്വഭാവമുള്ള കാര്യമല്ല. 2, പ്രതിപക്ഷം മുതലക്കണ്ണീര് പൊഴിക്കുകയാണ്. 3, ആത്മാർത്ഥതയില്ല. ഞങ്ങളുടെ ആത്മാർത്ഥതയെ അളക്കാനുള്ള അളവുകോൽ അങ്ങയുടെ കയ്യിലുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ വിഷയം ലളിതമല്ല, വളരെ സങ്കീർണമാണ്. 6 മാസമായി പെൻഷൻ കൊടുക്കുന്നില്ല. 6 മാസത്തെ കുടിശ്ശിക ഇവിടെ നിൽക്കുന്നു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശിക ഇവിടെ നിൽക്കുന്നു. സാർ, അത് മന്ത്രിയുടെ കണക്കനുസരിച്ച് 62 ലക്ഷം, ഗവൺമെന്റ് ഉത്തരവിൽ 48 ലക്ഷം, ഇനി അതിൻ്റെ ഇടയിൽ ഒരു 55 ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാനുണ്ട്. അതാരാണ്? ഭിന്നശേഷിക്കാരാണ്, വിധവകളാണ്, വാർദ്ധക്യം ബാധിച്ചവരാണ്, അഗതികളാണ്, ഏറ്റവും പാവപ്പെട്ട മനുഷ്യർ. ഈ പെൻഷന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ, മരുന്ന് മേടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ. ഈ പാവപ്പെട്ട ആളുകൾക്ക് നിങ്ങളുടെ സർക്കാർ 6 മാസത്തെ കുടിശ്ശിക വരുത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അന്ന് വളരെ തന്ത്രപൂർവ്വം പറഞ്ഞു ഈ മാസം മുതലെല്ലാം കൊടുത്തു തുടങ്ങിയെന്ന്. സാർ, പണ്ട് ഉത്തരവ് വരുന്നത് എങ്ങനെയാണ്? സർക്കാരിൻ്റെ 2023 ഉത്തരവ് ജൂലൈ മാസത്തെ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ആനുകൂല്യം അനുവദിക്കുന്നു, ഓഗസ്റ്റ് മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കുന്നു. എന്താണ് മാറി ഉത്തരവ്? 1 മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉത്തരവ് അനുവദിക്കും. ഏതു മാസത്തെ എന്ന് കൃത്യമായി ഒരു സ്ഥലത്തും പറയുന്നില്ല. സാർ, പറയുന്നു മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലെ പെൻഷൻ കൊടുത്തു. യഥാർത്ഥത്തിൽ കൊടുക്കാനുള്ള ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസത്തിലാണ് 2023. അതായത് 6 മാസത്തെ പെൻഷൻ ഇനി ഒരിക്കലും കിട്ടില്ല എന്ന രീതിയിലാണ് ഇതുവരെ ഇറങ്ങാത്ത സർക്കാർ ഉത്തരവിന്റെ രീതിയിൽ ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഏതു മാസത്തെയാണെന്ന് സ്പെസിഫിക്കായി പറഞ്ഞുകൊണ്ടാണ് പെൻഷൻ ഉത്തരവുകൾ ഇറക്കാറുള്ളത്. കഴിഞ്ഞ 2 പ്രാവശ്യമായി വളരെ കൗശലത്തോടു കൂടി ഏതു മാസത്തെയാണെന്ന് പറയാതെ 1 മാസത്തെ എന്ന് പറയുന്നത്. ആരെ കബളിപ്പിക്കാനാണ് നിങ്ങൾ അത് ചെയ്യുന്നത്? ഈ പാവപ്പെട്ട മനുഷ്യരെ, ഞാൻ പറഞ്ഞ ഈ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെ. അപ്പോൾ കുടിശ്ശിക നൽകാതിരിക്കാനുള്ള കൗശലപൂർവമായ നീക്കമാണ് സർക്കാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 6 മാസത്തെ 900 കോടി ഉൾപ്പെടെയുള്ള 5400 കോടി രൂപ ഈ പാവങ്ങൾക്ക് കിട്ടാനുണ്ട്. 5 മാസത്തെ കുടിശ്ശിക ഉണ്ട് എന്നുള്ളത് പറഞ്ഞാൽ പിന്നെ കുടിശ്ശിക ഇല്ല എന്നിങ്ങനെ വരിക? 5 മാസത്തെ കുടിശ്ശിക ഉണ്ടെന്ന് ഞാനിവിടെ പറഞ്ഞല്ലോ. 5 മാസത്തെ കുടിശ്ശിക ഉണ്ട്, ആ കുടിശ്ശിക കൊടുത്തു തീർക്കും എന്നാ പറഞ്ഞത്. അതുകൊണ്ട് 5 മാസത്തെ കുടിശ്ശിക ഇല്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞാലല്ലേ പ്രശ്നം വരൂ. 5 മാസത്തെ കുടിശ്ശിക ഉണ്ട്, 5 മാസത്തെ കുടിശ്ശികയാണുള്ളത്. എന്തിനാണ് ഇങ്ങനെ ഒരു ഗവൺമെന്റ് ഉത്തരവ് ഇറക്കുന്നത്? സർക്കാർ പെൻഷന് വേണ്ടിയിട്ടുള്ള ഉത്തരവുകൾ ഇറക്കുമ്പോൾ ആ പെർട്ടിക്കുലർ മാസത്തിന്റെ പേര് പറഞ്ഞാണ്. ഞാനതാണ് 3 മാസത്തെ ഉത്തരവ് വായിച്ചത് കഴിഞ്ഞ വർഷം ഇറങ്ങിയത്. ഈ പ്രാവശ്യത്തെ ഉത്തരവ് അത് മാറി 1 മാസത്തെ. എന്നിട്ട് പെൻഷൻ കൃത്യമായി കൊടുക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിലപാടാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. അങ്ങ് ചോദിച്ചു എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിയമസഭയിൽ പറഞ്ഞത്? PC വിശ്വനാഥ് ഇവിടെ പറഞ്ഞത് മുഴുവൻ രേഖകളുടെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ പറഞ്ഞു 18 മാസത്തെ പെൻഷൻ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞല്ലോ, വൈറ്റ് പേപ്പർ ഇവിടെ വായിച്ചല്ലോ, ധവളപത്രം, ഐസക്കിറക്കിയ ഔദ്യോഗിക ധവളപത്രം, ഈ സഭയുടെ ടേബിളിൽ വെച്ച ധവളപത്രം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അടിയന്തരമായ ബാധ്യതകൾ, അടിയന്തരമായി കൊടുത്തു തീർക്കേണ്ട ബാധ്യതകൾ എത്രയാണ്? 806 കോടി രൂപ ഉണ്ടായിരുന്നു. 806 കോടി രൂപ 3 മാസത്തേത്. അതായത് 2014 നവംബർ, ഡിസംബർ, 2015 ജനുവരി. ഇനി വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഐസക് തന്നെ 2017 M സ്വരാജിന് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ നിങ്ങളുടെ കഴിഞ്ഞ സർക്കാർ ക്ഷേമ പെൻഷനുകൾ എത്ര മാസം കുടിശ്ശിക ഉണ്ടായിരുന്നു എന്ന് തരംതിരിച്ചറിയിക്കാമോ? ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ
2014 നവംബർ മുതൽ 2015 ജനുവരി വരെയുള്ള പെൻഷൻ തുക വിതരണം ചെയ്യപ്പെടാതെ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ പെൻഷനുകൾ തുക കുടിശ്ശികയായിട്ടുണ്ടായിരുന്നു. കാരണം പറയാണ്, ഡോക്ടർ എം കെ മുനീറൂടെ പറഞ്ഞു. എന്തുകൊണ്ടാണ് കാരണം? 2015 ഫെബ്രുവരി മുതലുള്ള തുക ഗുണഭോക്താക്കൾക്ക് DBT സംവിധാനത്തിൽ വിതരണം ചെയ്തു വരികയായിരുന്നു. DBT സംവിധാനത്തിൽ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ യഥാസമയം രേഖപ്പെടുത്താത്തത് മൂലവും തെറ്റായ രേഖപ്പെടുത്തലുകൾ, ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട സാങ്കേതിക തടസ്സങ്ങൾ എന്നീ കാരണങ്ങളാൽ വിതരണം ചെയ്ത തുക ലഭിക്കാതെ വന്നത് മൂലവും കുടിശ്ശിക ഉണ്ടായിട്ടുണ്ട്. ഇത് നിങ്ങൾ ഈ നിയമസഭയിൽ നിങ്ങളുടെ ധനകാര്യമന്ത്രി നൽകിയ ഉത്തരവാണ്. ധനകാര്യമന്ത്രി എന്നിട്ട് 18 മാസത്തേന്ന് അങ്ങ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് 18 മാസത്തെ കുടിശ്ശിക ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടായെന്ന് പറഞ്ഞത്? ഞങ്ങൾ ഈ നിയമസഭ, ബഹുമാനപ്പെട്ട സാർ അറിയണം, ഈ സഭയിൽ ഒരു മന്ത്രി, ധനകാര്യമന്ത്രി കൊടുത്ത രേഖയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. പിന്നെ ഇപ്പൊ പറഞ്ഞു ഞങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് പെൻഷൻ ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് 16 ലക്ഷം പേർക്ക് ഉണ്ടായിരുന്നത് ഞങ്ങളുടെ അത് ഓരോ സർക്കാർ വരുമ്പോ എണ്ണം കൂടും, തുക വർദ്ധിക്കും. ഓരോ സർക്കാരിന്റെ കാലത്ത് പണ്ട് പെൻഷൻ കൊടുത്തിരുന്നത് 100 രൂപയായിരുന്നു. എന്നിട്ട് ആ കാലത്ത് 100 രൂപയാണ്. 100 രൂപയ്ക്ക് വലിയ വിലയുണ്ടെന്ന് മനസ്സിലായില്ലേ? എന്നിട്ട് ഞങ്ങൾ തുക കൂട്ടി. അന്ന് 2011 ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ 16 ലക്ഷം പേർക്കേ ഉള്ളൂ. അത് ഞങ്ങൾ അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ 34 ലക്ഷം പേർക്ക് ഞങ്ങൾ കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ വന്നപ്പോൾ നിങ്ങൾ കൂട്ടി. പക്ഷെ നിങ്ങൾ പെൻഷൻ ഒറ്റ പെൻഷനാക്കി. അതായത് ക്ഷേമനിധിയിലേക്ക് അംശാദായം അടച്ചിട്ടുള്ള ക്ഷേമനിധി പെൻഷനും ഇതുകൂടി ഒരുമിച്ച് വാങ്ങിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങ് ഇപ്പൊ പറഞ്ഞു രണ്ടും തുടരുമെന്ന്. ആ ഉത്തരവ് ഞാൻ വായിക്കാം. അങ്ങ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞത്? ഐസക്കിന്റെ ഉത്തരവ്. നിങ്ങൾക്ക് കേൾക്കണം. സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് പെൻഷനും ഇരട്ടിയാക്കി ഉയർത്തിയ സാഹചര്യത്തിൽ പുതിയ അപേക്ഷകനായ ഒരാൾക്ക് ഒരു സാമൂഹ്യ സുരക്ഷാ പെൻഷനോ ക്ഷേമനിധി ബോർഡ് പെൻഷനോ മാത്രമേ അർഹതയുണ്ടായിരിക്കുകയുള്ളൂ. രണ്ട് കേട്ടോ, ഒരാൾക്ക് ഒരു പെൻഷന് മാത്രമേ അർഹതയുള്ളൂ എന്നതിനാൽ ഇത്തരത്തിൽ ബോർഡ് പെൻഷൻ അനുവദിക്കുന്ന അവസരത്തിൽ ഗുണഭോക്താവ് നിലവിൽ വാങ്ങി വരുന്ന സാമൂഹ്യ സുരക്ഷ പെൻഷൻ ആ സമയം തന്നെ സസ്പെൻഡ് ചെയ്യപ്പെടുന്ന. എന്നിട്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിയമസഭയിൽ ഇന്ന് ഒരു ധനകാര്യമന്ത്രി സംസാരിക്കുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഗവൺമെന്റ് ഉത്തരവിനെതിരായിട്ടാ സംസാരിച്ചത്. സമാധാനത്തോടെ സംസാരിക്കുന്ന എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ രൂക്ഷമായും ക്ഷോഭത്തോടെ സംസാരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ അന്ന് വരെയുള്ള ആൾക്ക് 600 രൂപ പെൻഷൻ, ആ 600 രൂപ പെൻഷൻ തന്നെ കിട്ടുന്നുണ്ട്. പുതിയ ആളുകൾക്കാണ് ഇത് ബാധകം എന്ന നിലയിൽ ഇപ്പൊ നടക്കുന്നതാണ്. ഞാൻ വിവിധ വകുപ്പുകളിലെ കൃത്യമായ കണക്കുകൾ അടുത്ത ദിവസങ്ങളിൽ തരാം. അത് ഈ പറഞ്ഞ കശുവണ്ടി തൊഴിലാളി ഉൾപ്പെടെ സാധാരണ പെൻഷൻ മേടിക്കുന്ന എല്ലാവരുടെയും ഉൾപ്പെടെ അടുത്തുനിന്ന് പോകുന്ന അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. ആ ഒരു പെൻഷനുണ്ട്. പുതിയതായിട്ട് വരുന്നവർക്ക് ക്ഷേമ പെൻഷൻ ഈ 1600 ഉള്ളൂ. അതാണിപ്പോൾ നടന്നു വരുന്നത്. അതിന് മുമ്പുള്ളത് അതേപോലെ ആ പെൻഷൻ തുക അതേപോലെ തുടരുന്നു. ഇതാണ് തുടരുന്നത്. കൃത്യമാണ്. ഒരു പെൻഷന് മാത്രമേ അർഹതയുള്ളൂ എന്നതിനാൽ ഇത്തരത്തിൽ ബോർഡ് പെൻഷൻ അനുവദിക്കുന്ന അവസരത്തിൽ ഗുണഭോക്താവ് നിലവിൽ വാങ്ങി വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആ സമയം തന്നെ സസ്പെൻഡ് ചെയ്യപ്പെടുന്നു. ഗവൺമെന്റ് ഉത്തരവ് എഴുതി വെച്ചിട്ട് അതിന് ഞങ്ങളോട് ചോദിക്കുക, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ സഭയിൽ പറയുന്നതെന്ന് ചോദിക്കുക. ഇപ്പൊ പിന്നെ ഇവിടെ വേറൊരു കാര്യം പറഞ്ഞല്ലോ, കർണാടകയിൽ പെട്രോൾ വില കൂടി. കർണാടകയിൽ ഇന്നും ബാംഗ്ലൂര് എത്രയാണെന്നറിയാമോ? ഇന്നത്തെ പെട്രോൾ വില 102 രൂപ 86 പൈസ. കേരളത്തിൽ എത്രയാണെന്നറിയാമോ? 107 രൂപ 35 പൈസ. അവിടെ കൂട്ടിയിട്ടും ഇതിന്റെ അടുത്തെങ്ങും എത്തിയിട്ടില്ല. അവിടെ കൂട്ടിയിട്ടും ഇതിന്റെ അടുത്തെങ്ങും കേരളത്തിൽ എത്തിയിട്ടില്ല. നിങ്ങൾ ഇവിടുത്തെ ജനങ്ങളോട് പറഞ്ഞത് എന്താ? ബജറ്റിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും സെസ് വർദ്ധിപ്പിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാനാണ്. ആ പണം വന്നിട്ടുണ്ടല്ലോ സഞ്ചിത നിധിയിൽ, കൺസോളിഡേറ്റ് ഫണ്ടിൽ. എന്നിട്ട് എന്തേ ഈ പാവങ്ങൾക്ക് കൊടുക്കാറുന്നത്? നിങ്ങളാണ് ജനങ്ങളെ കബളിപ്പിച്ചത്. അല്ലെ, ഞാൻ തീർക്കട്ടെ. നിങ്ങൾ പെട്രോളിനും ഡീസലിനും സെസ് വർദ്ധിപ്പിച്ചത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാനാണ് എന്ന് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞ് അവരിൽ നിന്ന് നിങ്ങൾ നികുതി പിരിച്ചിട്ട് നിങ്ങൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാതെ 6 മാസത്തെ കുടിശ്ശിക നിങ്ങൾ വരുത്തിയിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോ മസ്റ്ററിംഗ് നിർബന്ധമാക്കി.
എത്രയോ പാവങ്ങളാണ് കിടപ്പ് രോഗികൾ, ആയിരക്കണക്കിന് കിടപ്പ് രോഗികളാണ്, എണീറ്റ് വരാൻ വയ്യാത്ത ആളുകൾ, ഭിന്നശേഷിക്കാരായ ആളുകൾ ഈ മസ്റ്ററിംഗ് നടത്താൻ പറ്റാതെ നിൽക്കുന്നു. അവർ ഈ തിരക്ക് കൊണ്ടും മറ്റും 3 മാസം 4 മാസം വൈകി മസ്റ്ററിംഗ് നടത്തിയാൽ എന്ത് ചെയ്യുന്നറിയോ? ആ മസ്റ്ററിംഗ് നടത്താത്ത പീരീഡിലെ പെൻഷനങ്ങ് വേണ്ടാന്ന് വയ്ക്കും, ഒഴിവാക്കും. എന്നിട്ട് മസ്റ്ററിംഗ് നടത്തിയ അന്ന് മുതൽ പെൻഷൻ കൊടുക്കും. അവർ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നാണ് അറിയാൻ വേണ്ടിയിട്ടാണ് മസ്റ്ററിംഗ് നടത്തുന്നതെന്നാണ് പറയുന്നത്. ഫെബ്രുവരിയിൽ മസ്റ്ററിംഗ് നടത്തേണ്ടത് ഓഗസ്റ്റിലാണ് നടത്തുന്നതെങ്കിൽ ഓഗസ്റ്റ് നടത്തുമ്പോൾ ആൾ ജീവിച്ചിരിക്കണ്ടല്ലോ. ഫെബ്രുവരിയിൽ മരിച്ച ആള് ഓഗസ്റ്റിൽ ജീവിച്ചു വരുമല്ലോ, വരുമോ? എന്നിട്ട് എന്ത് ചെയ്യും? ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ ഈ 6 മാസത്തെ പെൻഷൻ അവരുടെ റദ്ദ് ചെയ്യും. ഇത്ര ഉത്തരവാണ്, സർക്കാർ ഉത്തരവ്. ആരോടാണ് നിങ്ങളിത് കാണിക്കുന്നത്? ഈ പാവങ്ങളോടാണ് നിങ്ങളിത് ചെയ്യുന്നത്. ഇത് തളർന്നു കിടക്കുന്ന പാവങ്ങൾ, അവർക്ക് പറ്റാത്തതുകൊണ്ടാണ് അക്ഷയയിൽ പോയി മറ്റത് പോയി മസ്റ്ററിംഗ് നടത്താൻ പറ്റാത്തതുകൊണ്ടാണ്. തളർന്നു കിടക്കുന്ന പാവങ്ങളോടാണ്, വൈകിപ്പോയി. അതുകൊണ്ട് നിങ്ങൾ ജീവിച്ചിരിക്കുന്നതായിട്ട് നേരത്തെ തെളിവ് തന്നില്ല, വൈകിയാണ് ജീവിച്ചിരിക്കുന്നതായിട്ട് തെളിവ് തന്നത് എന്ന് പറയാണ്. നിങ്ങളിങ്ങനെ ബഹളം ഉണ്ടാക്കില്ലേ? കാരണം നമ്മൾ എല്ലാ ദിവസവും കാണുമല്ലേ, ഈ പാവങ്ങളെ കാണുമല്ലേ, നിങ്ങളും കാണുമല്ലേ. അവർ വന്ന് സങ്കടം പറയുന്നത്, മരുന്ന് മേടിക്കാൻ കാശില്ല എന്ന് പറയുന്നത്, ജീവിക്കാൻ നിവൃത്തിയില്ല എന്ന് പറയുന്നത്. ആ പാവങ്ങൾക്ക് വേണ്ടി ഇവിടെയല്ലാതെ എവിടെ പോയി സംസാരിക്കും? എവിടെ പോയി സംസാരിക്കും? നിങ്ങൾക്ക് എന്താണ്? നിങ്ങളിപ്പോ പെൻഷൻ കമ്പനിയിൽ നിന്ന് നിങ്ങൾ പിന്മാറുകയാണ്. ഈ ഭാഗം ഒന്നിരിക്ക്, അവിടെ ഇരിക്ക്. അദ്ദേഹം സൈലന്റായി, നിങ്ങൾ സൈലന്റാവും, അവിടെ സൈലന്റായി. പ്ലീസ് സംസാരിക്കുക. ഞങ്ങൾ ചോദിച്ചു, ഞങ്ങളെ ഇവിടെ ഈ നിയമസഭയിൽ ചോദിച്ചിട്ടുണ്ട്, എന്താണ് നിങ്ങളുടെ പ്രയോറിറ്റി? ഈ പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്നതാണോ നിങ്ങളുടെ പ്രയോറിറ്റി? നിങ്ങളുടെ മുൻഗണനകൾ എന്താണ് എന്ന് ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ബഹളം ഉണ്ടാക്കി, ഇതുപോലെ ഞങ്ങളെ പരിഹസിച്ചു. ഇപ്പോൾ പത്രവാർത്തകൾ ശരിയാണെങ്കിൽ 14 ജില്ലാ കമ്മിറ്റികളിൽ നിങ്ങളുടെ 2 പാർട്ടിയുടെയും ആ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, ഇതാണോ നിങ്ങളുടെ പ്രയോറിറ്റി എന്ന് ചോദിക്കുന്നില്ലേ? പത്രവാർത്തകൾ ശരിയാണെങ്കിൽ. ഈ പത്രവാർത്തകൾ ശരിയല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ചയും നിങ്ങളുടെ കമ്മിറ്റിയിൽ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷം. കാരണം അതൊന്നും നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ല, നല്ല കാര്യം. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോട് ചോദിക്കണം. പ്രതിപക്ഷം ഈ നിയമസഭയിൽ നിങ്ങളുടെ മുഖത്ത് നോക്കി ചോദിച്ച ചോദ്യങ്ങളാണ് നിങ്ങളുടെ ജില്ലാ കമ്മിറ്റികളിൽ സാധാരണക്കാരായ രാഷ്ട്രീയ പ്രവർത്തകർ ഒന്ന് ചോദിക്കുന്നത്. നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങളോട് ചോദിക്കുന്നത്. മുഖ്യമന്ത്രി ഇരുത്തിക്കൊണ്ട് വാർത്ത ശരിയാണെങ്കിൽ, ഇപ്പോഴും ഞാൻ പറയുകയാണ്, കണ്ടീഷനിലാണ് എൻ്റെ സ്റ്റേറ്റ്മെന്റ്. സംസ്ഥാന കമ്മിറ്റിയിൽ ചോദിക്കുന്നത് മുഖ്യമന്ത്രി ഇരുത്തിക്കൊണ്ട് ചോദിക്കുന്നത് ശരിയാണെങ്കിൽ, അല്ലെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ വലിയ സന്തോഷം. അങ്ങനെ ഒരു ചർച്ച നടക്കുന്നില്ല എന്നുള്ളൊരു കാര്യം. ഇതാണ് കേരളം നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങളുടെ പ്രയോറിറ്റി എന്താണ്? നിങ്ങളുടെ മുൻഗണന എന്താണ്? അതാണ് ചോദിക്കുന്നത്. സർ, ഈ ഒറ്റ കാര്യം കൂടി പറയില്ല, ഈ ഓൺ റെക്കോർഡാ. ഞങ്ങളുടെ കാലത്ത് 600 രൂപ ഉണ്ടായിരുന്നുള്ളൂ പെൻഷൻ, ഇല്ലേ? OS അംബികയ്ക്ക് അന്ന് കൊടുത്തൊരു മറുപടി 8/6/2021 കേട്ടോ, പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ 80 വയസ്സിന് മുകളിൽ എന്നാ കാലം എന്നറിയാം? 1/4/2012 900 രൂപ. 1/4/2013 1100 രൂപ. 1/4/2014 ഈ 80 വയസ്സിന് മുകളിൽ 1200 രൂപ. ഇതെല്ലാം കൂടിയാണ് ഐസക് വന്നിട്ട് ഏകീകരിച്ച് 1000 രൂപ ആക്കിയത്. അപ്പൊ ഞങ്ങളുടെ കാലത്ത് 600 രൂപയാണ്. നിങ്ങൾ തന്ന മറുപടിയാണ്. ബഹുമാനപ്പെട്ട അംഗം അംബികയുടെ കയ്യിൽ മറുപടിയുണ്ട്. അല്ല, അന്നൊക്കെ ഇത് കൊടുത്തിരുന്നു. ഇതൊക്കെ ഓരോ വർഷം കൂടും. അച്യുതാനന്ദൻ അല്ല VS അച്യുതാനന്ദൻ, അതാണ് അവർ ഒച്ചുണ്ടാക്കുമ്പോ ഞാൻ കൺക്ലൂഡ് ചെയ്യാം. VS അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത് 400 രൂപ കൊടുത്തിട്ടുള്ളൂ. 400 രൂപ അതന്ന് അതാ പറ്റുള്ളൂ. അന്നത്തെ നമ്മുടെ ഇക്കോണമി അതാണ്, നമ്മുടെ ഇക്കോണമിയുടെ സൈസ് അതാണ്, അന്നത്തെ രൂപയുടെ മൂല്യം അതാണ്. അത് പിന്നീട് 600, 1000, 900 ഒക്കെ ആക്കി ഞങ്ങളുടെ കാലത്ത് മാറ്റി. നിങ്ങൾ വന്നപ്പോ നിങ്ങളത് 1200, പിന്നെ 1600 ആക്കി. ഇപ്പൊ നിങ്ങൾ ഉറപ്പ് കൊടുത്തല്ലോ, 3 കൊല്ലം മുമ്പ് ഉറപ്പ് കൊടുത്തല്ലോ. നിങ്ങൾ ജനങ്ങളോട് വോട്ട് ചോദിച്ചത് ആ ഉറപ്പ് കൊടുത്തിട്ടാ. ഞങ്ങൾ വന്നാൽ 2500 ആക്കും. എന്നിട്ടാണ് മറ്റേ അമ്മുമ്മയുടെ പാവം മുത്തശ്ശിയുടെ ഈ പൈസ കിട്ടിയപ്പോ പല്ലില്ലാത്ത മോണ കാട്ടി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന
അത് പരസ്യമാക്കി വിശ്വനാഥ് ഇവിടെ പറഞ്ഞതുപോലെ നിങ്ങൾ വോട്ട് തേടിയത്. Yes. എന്നിട്ട് നിങ്ങൾ 2500 ആക്കിയോ? നിങ്ങൾ 2500 ആക്കിയോ? നിങ്ങളെ കൊണ്ട് പറ്റില്ല. 2500 വോട്ട് ഉള്ളത് കൊടുക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ കയ്യിൽ പണമില്ല. നിങ്ങൾക്കത് കൊടുക്കാൻ പറ്റില്ല. അതല്ലാതെ ആ വിഷയം ഞങ്ങളിവിടെ പറയും. ഇനിയും കൊടുത്തില്ലെങ്കിൽ ഇനിയും ഞങ്ങൾ കൊണ്ടുവരും. ഞങ്ങളുടെ ജോലിയാണ്. അത് ഇതുപോലെ നിന്ന് പുറയിലിരുന്ന് ബഹളം വെച്ചാലൊന്നും ഞങ്ങളത് പറയാതിരിക്കില്ല. ഞങ്ങൾ പാവങ്ങൾക്ക് വേണ്ടിയിട്ടും സാധാരണക്കാർക്ക് വേണ്ടിയിട്ടും സംസാരിക്കും. അത് ഞങ്ങൾ ഇനിയും ആവർത്തിച്ചുകൊണ്ടിരിക്കും. സാർ, ഈ സർക്കാരിന്റെ നിഷേധാത്മകമായ സമീപനം, ധനകാര്യമന്ത്രി വെറുതെ അങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ആളൊന്നല്ല. ഒന്നും മറുപടി പറയാൻ അദ്ദേഹത്തിന്റെ കയ്യിലില്ല. തരാൻ പറ്റില്ല, കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് കുറെ ബഹളം ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് സാർ, ഈ സർക്കാരിന്റെ നിഷേധാത്മകമായ സമീപനം, സാധാരണക്കാരോടുള്ള അവഗണന, ഇവരുടെ മുൻഗണനകളില്ലായ്മ, ഇവരിപ്പോഴും അത് തുടരുകയാണ്. സാർ, അതിൽ ശക്തിയായി പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എന്റെ പാർട്ടിയും വോക്കൌട്ട് ചെയ്യും.